ശ്രീകുമാർ, UDF ഇതിനെ എങ്ങനെ കാണുന്നു, കോൺഗ്രസ് ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ള പ്രതികരണങ്ങൾ ഇതിനകം വന്നു കഴിഞ്ഞതാണ്. പക്ഷേ നോക്കൂ, ഇപ്പോൾ CPM ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാക്കുന്നത് വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ള ഹർജി കോടതി തള്ളിയതുമായി ബന്ധപ്പെട്ടാണ്. ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന തിരിച്ചടിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കാര്യങ്ങൾ പരിശോധിക്കാതെ ഒരു എടുത്തുചാട്ടം നടത്തിയ മാത്യു കോളനാടനാണ് ആദ്യമായി ഇതിലൊരു തിരിച്ചടി യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതൊരു അനുമാനമുണ്ട്. അതിനാദ്യം മറുപടി പറയണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ തോട്ടപ്പള്ളിയിലെ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് UDF കാലത്താണ് അത് യഥേഷ്ടം അനുവദിച്ചിരുന്നത്. LDF വന്ന ശേഷം അത് സംഭവിച്ചിട്ടില്ല എന്നുള്ള അരുണിന്റെ വാദത്തിന് കൂടി മറുപടി. അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. നോക്കൂ ശ്രീമതി സ്മൃതി, ഹൈക്കോടതി മാത്യു കുഴൽനാടൻ്റെ ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വാചകം ഇവരൊക്കെ ഒളിച്ചു വെക്കുകയാണ്. എന്താണത്? ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമല്ല. ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് വെച്ചാൽ ഇതൊരു പൊതു താല്പര്യം ഉള്ള ഹർജിയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ, അതായത് ഇതിൻ്റെ വിജിലൻസ് അന്വേഷിക്കണം എന്നുള്ള വിഷയത്തിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ പിന്നീട് കൊണ്ടുവന്നാൽ ഈ ഹർജിയുമായി താങ്കൾക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഞങ്ങളിത് തള്ളിക്കളയുന്നു. എന്നിട്ട് പറഞ്ഞ എന്താണ്? ഹർജി രാഷ്ട്രീയ പ്രേരിതമല്ല. CPM ശ്രീ അരുൺകുമാർ എന്താ പറയുന്നത്? മുഖ്യമന്ത്രിക്കെതിരെ ടാർഗറ്റ് ചെയ്യുന്നു. ഇതെങ്ങനെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ടാർഗറ്റ് ചെയ്യുന്നത്? ഈ പാർട്ടിക്ക് ഇന്നേ വരെ വിശദീകരിക്കാൻ പറ്റാത്തൊരു വിഷയമാണിത്. CPM നമ്മുടെ SFIയുടെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷവും വരുന്നതിന് മുമ്പും ഈ പാർട്ടി അനുഭവിക്കുന്ന ഒരു ഗതി നമുക്കറിയാം. ഒരു മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന ബിസിനസ്സിൽ ഒരു പാർട്ടി അനുഭവിക്കുന്ന വേദന നിങ്ങൾ നോക്കൂ. ഇവിടെ CPMൻ്റെ പ്രതിനിധി പറഞ്ഞ എനിക്ക് പ്രഷർ വരുന്നു എന്നാണ്. ശരിയാണ്, കേരളത്തിലെ എല്ലാ CPM നേതാക്കൾക്കും പ്രഷറുണ്ട്. കാരണം ഈ ന്യായീകരിക്കാൻ പറ്റുന്നില്ല. സ്വന്തമായിട്ട് നമുക്ക് ന്യായീകരിക്കാൻ പറ്റണമെങ്കിൽ ഇപ്പോൾ ഷോൺ ജോർജ് ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അതിൽ ഇൻവോൾവ് ആയതുകൊണ്ടും നന്നായി പഠിച്ചതുകൊണ്ടും അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നു. പക്ഷേ CPM ഇത് ഉണ്ടാക്കി പറയേണ്ടി വരും. കാരണം എന്താണ്? ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല. ഇത് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽ ബോർഡ് കണ്ടെത്തിയ ഒരു വസ്തുതയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഇത്ര പണം വന്നു, അതെങ്ങനെ വന്നു എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് പാർട്ടിയല്ല, മകളാണ്. അതുകൊണ്ടാണ് ഇന്ന് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം പറഞ്ഞത് ഇതിൽ പാർട്ടിക്കൊന്നും ചെയ്യാനില്ല, ഇത് ആരാണോ നിയമപരമായി നേരിടേണ്ടത് അവർ നേരിടട്ടെന്ന്. ആദ്യം പറഞ്ഞില്ല. പറഞ്ഞ വാദം നിയമപരമായി നേരിടേണ്ടത് വീണ തൈക്കണ്ടി തന്നെയാണ്. വീണ അത് നിയമപരമായി നേരിടും. പക്ഷേ രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചനയും ഇതിലുണ്ട് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്ന് കരുതുന്നുണ്ടോ കോൺഗ്രസ്? എങ്ങനെയാണ് കരുതുക? കാരണം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ലല്ലോ. അസംബ്ലിയിൽ ഈ വിഷയം മാത്യു കുഴൽനാടൻ ഉന്നയിച്ചപ്പോൾ ക്ഷുഭിതനായ മുഖ്യമന്ത്രി അവരുടെ പാർട്ടിയിൽപ്പെട്ട സ്പീക്കർ ഷംസീറിനൊക്കെ എന്താ പറഞ്ഞത്? അങ്ങിത് കാണുന്നില്ലേ? എന്ത് തോന്നിവാസവും വിളിച്ചു പറയാനുള്ള വേദിയാണോ അല്ലേ ചോദിച്ചത്? അപ്പോൾ തോന്നിവാസം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അവിടെയാണ് രാഷ്ട്രീയം പറഞ്ഞത്. അസംബ്ലിക്കകത്തും അസംബ്ലിക്ക് പുറത്തും CPMന് ഉത്തരം പറയാൻ പറ്റാത്തൊരവസ്ഥ വന്നില്ലേ? നോക്കൂ സ്മൃതി, മക്കൾ രാഷ്ട്രീയം CPMനെ ഗ്രസിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഇന്നേ വരെ CPMൻ്റെ ചരിത്രത്തിൽ അവർക്ക് ആശയപരമായ ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട്. നായനാരുടെ കാലത്താണെങ്കിലും ശരി, ഗൗരിയുടെ കാലത്താണെങ്കിലും ശരി, VSൻ്റെ കാലത്താണെങ്കിലും ശരി, ഇപ്പോൾ പിണറായി VSൻ്റെ കാലത്താണെങ്കിലും ശരി, അതൊക്കെ ശരിയാണ്, ആശയപരമായ പ്രശ്നമുണ്ട്. പക്ഷേ മക്കൾ രാഷ്ട്രീയം എപ്പോഴാണ് വന്നത്? ഈ മുഖ്യമന്ത്രിയുടെ കുടുംബം എന്നുള്ളത് ഇവരുടെ പദാവലിയിൽ എപ്പോഴാണ് വന്നത്? രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത പാർട്ടിക്കുണ്ടോ? പാർട്ടിക്കുണ്ട്. അത് ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ്. പക്ഷേ കുടുംബത്തിലെ ഒരാൾക്കെതിരെ ഒരു അഴിമതി ആരോപണം വന്നാൽ അല്ലെങ്കിൽ ഒരു വസ്തുത കണ്ടെത്തിയാൽ അത് സംരക്ഷിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യം ഞാനിവിടെ പറയുന്നില്ല. കാരണം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു, ഇത് മുഖ്യമന്ത്രിയാണ്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് സ്മൃതി. മുഖ്യമന്ത്രി എന്ന് പറയുന്ന അധികാരം കേരളത്തിലെ CPM നേതാക്കൾ അതിൽ വേറെ ആരും പ്രതികരിക്കാൻ തയ്യാറായില്ല. അതാ പറഞ്ഞത്. പാർട്ടി സെക്രട്ടറി അധികാര സ്ഥാനമല്ലല്ലോ, പാർട്ടിയിലല്ലേ അധികാരമുള്ളൂ. അന്നും കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ പാർട്ടിക്ക് മേലെ ഉണ്ടായിരുന്നത്. അതായത് കേരളത്തിൽ CPMനെ പാർട്ടി സെക്രട്ടറി വലുതും മുഖ്യമന്ത്രി രണ്ടാം സ്ഥാനത്തുമായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം പാർട്ടി സെക്രട്ടറി രണ്ടാമതും മുഖ്യമന്ത്രി ഒന്നാമതുമായി എത്തി. അതുകൊണ്ടാണ് ഇന്ന് പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി മുതൽ എല്ലാവരും പറയുന്നത് എന്താണ് പറയുന്നത്? മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യുന്നത്. എങ്ങനെ മുഖ്യമന്ത്രി എങ്ങനെ ലക്ഷ്യം വെക്കുന്നത്? എനിക്ക് മനസ്സിലാകാത്ത കാര്യം അതാണ്. മുഖ്യമന്ത്രിയുടെ മകളാണ് ഇത് നേരിടേണ്ടതെന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം പറയുമ്പോൾ കേരള നേതാക്കൾ പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ പ്രകാശ് കാരാട്ട് പറയുന്നു മുഖ്യമന്ത്രി. എങ്ങനെയാണ് മുഖ്യമന്ത്രി വരുന്നത്? മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണല്ലോ കേസ് വന്നത്. മുഖ്യമന്ത്രി പറയേണ്ടത് എന്താണ്? കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ പറയണം, എൻ്റെ
മകളാണ് ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കേസാണെങ്കിൽ എൻ്റെ മകൾ നേരിട്ടുകൊള്ളും എന്നല്ലേ പറയേണ്ടിയിരുന്നത്. അതിന് പകരം ഈ വിജിലൻസ് ഹൈക്കോടതി ഉത്തരവ് വന്നപ്പം സ്മൃതി മറന്നുപോയിട്ടില്ലല്ലോ, ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ. എന്താണ് ആദ്യം ഗോവിന്ദ മാഷ് പറഞ്ഞത്? മാത്യു കുഴൽനാടൻ ഏറ്റ കനത്ത തിരിച്ചടി, MLA സ്ഥാനം രാജിവെക്കണം. ബാലൻ എന്താ പറഞ്ഞത്? AK ബാലൻ എന്താ പറഞ്ഞത്? കേന്ദ്ര കമ്മിറ്റി അംഗം, പ്രതിപക്ഷ നേതാവ് രാജിവെക്കണം. മറ്റുള്ളവരെന്താ പറഞ്ഞത്? പെരടിക്കേറ്റ അടിയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഹൈക്കോടതി വിധിയും കഴിഞ്ഞു. അന്ന് പ്രതിപക്ഷവും UDF പറഞ്ഞു SFIയുടെ അന്വേഷണം വരട്ടെ, മറ്റേത് അഴിമതി കാര്യമാണ്, വിജിലൻസിൻ്റെ വേറെ വിഷയമാണ്, ഇത് വേറെ വിഷയമാണ്, രണ്ടും രണ്ടാണ്, സീരിയസ് ഫ്രോഡ് അന്വേഷിക്കുന്നതും മറ്റേ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നൊക്കെ പറഞ്ഞത് ഇവർ കേട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇത് വന്നപ്പോഴെന്താണ്? ഹൈക്കോടതി വിധിയിലെ ഒരു കാര്യം മറച്ചു വയ്ക്കുന്നു. രാഷ്ട്രീയ പ്രേരിതമല്ല എന്നുള്ളത് മറച്ചു വയ്ക്കുന്നു. ആ രാഷ്ട്രീയ പ്രേരിതമല്ല എന്നുള്ളത് തന്നെയാണ് UDF പറയുന്നത്. ഇവിടെ മക്കൾ രാഷ്ട്രീയത്തിൽ CPM വന്ന് ഉഴലുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഏതെങ്കിലും ഒരു CPM നേതാവ് ഇത് തെറ്റാണ് സഖാവെ, നിങ്ങൾ ഉത്തരം പറയൂ എന്ന് എന്തുകൊണ്ടാണ് പറയാൻ പഠിക്കുന്നത്? VS അച്യുതാനന്ദൻ്റെ കാലത്ത് ഇവർ പറഞ്ഞിരുന്നല്ലോ, നയനാരുടെ കാലത്ത് ഇവർ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ എന്താണ് പറയാത്തത്? അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അധികാര തുടർച്ച. ഈ ഹൈക്കോടതി വിധി വന്ന ദിവസം സജി ചെറിയാൻ്റെ ആദ്യ പ്രതികരണം, ഹൈക്കോടതി ഇതാ വന്നിരിക്കുന്നു, ഇത് ഞങ്ങൾക്ക് അധികാരത്തിലെ ഞങ്ങൾ ഭരണ തുടർച്ചയിലേക്കുള്ള വഴിയിലാണെന്നല്ലേ പറഞ്ഞത്. ഇവിടെ കേരളത്തിലെ ഇപ്പോഴത്തെ ശ്രീ അരുൺകുമാർ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇത് കേരളത്തിലെ കാര്യമായിട്ട് ഞാൻ ഒതുക്കാൻ കാരണം CPMമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? മധുരയിലെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോഴാണ് ഈ വിഷയം കൊണ്ടുവന്നത്. അത് രാഷ്ട്രീയമായിട്ടൊരു പറഞ്ഞോട്ടെ, പക്ഷേ കേരളത്തിലെ CPM ഭരിക്കുന്ന സമയത്ത് വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തല്ലേ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ആക്ഷേപം CBIക്ക് വിട്ടത്? അത് മറന്നുപോയോ? അന്നെന്തിനാണ് വിട്ടത്? വേങ്ങര ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയല്ലേ ആ ഒരു നടപടി എടുത്തത്? അത് ശരിയായിരുന്നോ? അപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും ആ പാർട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവിടെ വിഷയം വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്താ വെച്ചാൽ, ഇതിൽ പാർട്ടി എങ്ങനെയാണ് പ്രതിരോധത്തിലായത്? പാർട്ടി സ്വയം പ്രതിരോധത്തിലായി. കാരണം ഇത് നിസ്സാര വിഷയം, പാർട്ടിക്ക് ഇത് നിസ്സാര വിഷയമേ കാണാമായിരുന്നു. മുഖ്യമന്ത്രിയുടെ കാര്യം, മുഖ്യമന്ത്രിയുടെ കുടുംബകാര്യം അവർ നോക്കിക്കോളും. പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാം, ശരിയാണ്, പാർട്ടിയെ സംരക്ഷിക്കാം, ശരിയാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ആരെങ്കിലും സംരക്ഷിക്കണമെന്ന് എന്നാണ് CPM തീരുമാനമെടുത്തത്? ഏത് സംസ്ഥാന സമ്മേളനമാണ് തീരുമാനമെടുത്തത്? ഏത് പാർട്ടിയുടെ പ്ലീനമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം മുന്നോട്ട് വെച്ചത്? ഇവിടെ അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എത്ര പ്രഷർ കൂടി സംസാരിച്ചാലും ശരി, കേരളത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് സുധാകരൻ, CPMൻ്റെ നേതാവ് സുധാകരൻ കരുവന്നൂർ പ്രശ്നം വന്നപ്പോൾ പറഞ്ഞത്, കരുവന്നൂരിലത്തെ വിഷയം ഇപ്പോഴും പാർട്ടിക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? അതിൽ പാർട്ടി ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെയും പാർട്ടിയുടെ മുഖ്യമന്ത്രി ഉൾപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വിശദീകരിക്കാൻ പറ്റുന്നില്ല. വിശദീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അമിതമായ ഭരണാധിപനോടുള്ള അമിതമായ സ്നേഹമാണ്. എന്നാണ് കോൺഗ്രസിന്റെ വാദം. കേസില്ലെങ്കിലും കേസുണ്ടാക്കാനും BJPക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. രാഷ്ട്രീയ വൈരാഗ്യം അത് കൃത്യമായി സമയം എടുക്കാതെ തന്നെ അപ്പപ്പോൾ കൊടുക്കുന്ന ഒരു രീതി കൂടി യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനുണ്ട്. ഇപ്പോൾ എമ്പുരാനുമായി ബന്ധപ്പെട്ട നിർമ്മാതാവിന്റെ ഓഫീസിൽ നടത്തിയ റെയ്ഡ് ഒരു ഉദാഹരണമായി നേരത്തെ അഡ്വക്കേറ്റ് അരുൺകുമാർ ചൂണ്ടിക്കാണിക്കുന്നു. ഷാജി രാഘവൻ അതിന് മറുപടി നൽകണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.